നമസ്കാരം. പാകിസ്ഥാനെതിരെ അതിരൂക്ഷ വിമർശനം ഉയർത്തിയിരിക്കുകയാണ് ഐക്യരാഷ്ട്രസഭയിൽ ഇന്ത്യ. UNHRC കൗൺസിൽ യോഗത്തിലാണ് പാകിസ്ഥാൻ സ്വന്തം ജനങ്ങളെ ബോംബിട്ട് കൊല്ലുകയാണെന്ന് വിമർശനം ഇന്ത്യ ഉന്നയിച്ചത്. ഇന്ത്യക്കെതിരെ അടിസ്ഥാനമില്ലാത്ത ആരോപണങ്ങളാണ് ഇസ്ലാമാബാദ് ഉന്നയിക്കുന്നതെന്നും UNHRCയുടെ യോഗത്തിൽ സംസാരിക്കവേ ഇന്ത്യൻ പ്രതിനിധി ക്ഷിതിജ് ത്യാഗി കൂട്ടിച്ചേർത്തു. ഒരു പ്രതിനിധി സംഘം ഇന്ത്യക്കെതിരെ അടിസ്ഥാനരഹിതവും പ്രകോപനം നിറഞ്ഞതുമായ പ്രസ്താവനകൾ ഉന്നയിച്ചുകൊണ്ട് ഈ വേദിയെ ദുരുപയോഗം ചെയ്യുന്നത് തുടരുകയാണെന്ന് പാകിസ്ഥാനെ പരോക്ഷമായി പരാമർശിച്ചുകൊണ്ട് ക്ഷിതിജ് പറഞ്ഞു. ഞങ്ങളുടെ ഭൂപ്രദേശത്തിനുമേൽ കണ്ണുവെക്കുന്നതിന് പകരം അവർ നിയമവിരുദ്ധമായി കയ്യേറിയിരിക്കുന്ന ഇന്ത്യൻ പ്രദേശം ഒഴിഞ്ഞു പോവുകയും ജീവൻ രക്ഷാ ഉപകരണങ്ങളുടെ സഹായത്താൽ നിലനിൽക്കുന്ന സമ്പദ് വ്യവസ്ഥയെയും സൈനിക മേധാവിത്വം ഉപയോഗിച്ച് നിശബ്ദരാക്കിയ ഭരണകൂടത്തെയും പീഡനങ്ങളാൽ കളങ്കിതമായ മനുഷ്യാവകാശ ചരിത്രത്തെയും രക്ഷിക്കാൻ ശ്രദ്ധിക്കുകയാണ് വേണ്ടത് എന്ന് ക്ഷിതിജ് പരിഹസിച്ചു. ശരിക്കും എന്താണ് ഖൈബർ പഖ്തുൻഖ പ്രവിശ്യയിൽ നടന്നതെന്നൊന്ന് നോക്കാം. സ്വന്തം നാട്ടുകാരുടെ മേൽ ബോംബിടുക, 30 സാധാരണക്കാർ തൽക്ഷണം കൊല്ലപ്പെടുക. പാകിസ്ഥാനിലെ ഖൈബർ പഖ്തുൻഖ പ്രവിശ്യയിൽ പാകിസ്ഥാൻ വ്യോമസേന നടത്തിയ ബോംബാക്രമണം ഏവരെയും അമ്പരപ്പിക്കുന്ന ഒന്നാണ്. എന്നാൽ പാക് ഭരണകൂടത്തിന് അവരുടേതായ ന്യായങ്ങൾ ഉണ്ടുതാനും. പ്രാദേശിക സമയം പുലർച്ചെ 2 മണിയോടെയാണ് തിറ താഴ്വരയിലെ മത്രേധാര ഗ്രാമത്തിൽ ആക്രമണം നടന്നത്. പാകിസ്ഥാന്റെ ചൈന നിർമ്മിത J-17 യുദ്ധവിമാനങ്ങൾ 8 LS-6 ബോംബുകൾ വർഷിച്ചതായും ഇതിൽ നിരവധി കുട്ടികളും സ്ത്രീകളും ഉൾപ്പെടെയുള്ളവരാണ് മരിച്ചതെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ആക്രമണത്തിൽ നിരവധി പേർക്ക് പരിക്കേൽക്കുകയും ഗ്രാമത്തിന്റെ ഭൂരിഭാഗവും നശിക്കുകയും ചെയ്തു. താലിബാൻ ഭീകരരുടെ ഒളിത്താവളങ്ങളെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയതെന്ന് റിപ്പോർട്ടുകൾ ഉണ്ടെങ്കിലും കൊല്ലപ്പെട്ടവരെല്ലാം സാധാരണ ഗ്രാമവാസികളാണെന്ന് ദൃക്സാക്ഷികൾ പറയുന്നു. മുൻപും ഖൈബർ പഖ്തുൻഖയിൽ ഭീകരവിരുദ്ധ നീക്കങ്ങളുടെ പേരിൽ പാകിസ്ഥാൻ സൈന്യം നടത്തിയ വ്യോമാക്രമണങ്ങളിൽ സാധാരണക്കാർ കൊല്ലപ്പെട്ടിട്ടുണ്ട്. ഈ വർഷം ആദ്യം ഡ്രോൺ ആക്രമണങ്ങളും ഈ മേഖലയിൽ നടന്നിരുന്നു. പാകിസ്ഥാനിലെ സാധാരണക്കാരുടെ ജീവനോടുള്ള അവഗണനയാണ് ഇത്തരം സംഭവങ്ങൾ കാണിക്കുന്നതെന്ന് ആംനസ്റ്റി ഇന്റർനാഷണൽ നേരത്തെ ആരോപിച്ചിരുന്നു. പാകിസ്ഥാൻ ഭരണകൂടം ഖൈബർ പഖ്തുൻഖയിൽ നടത്തിയ കൂട്ടക്കൊല വൻ പ്രതിഷേധത്തിനാണ് വഴിവെച്ചിരിക്കുന്നത്. സമീപകാലത്തായി ഇവിടെ ഭീകരാക്രമണങ്ങൾ പെരുകുകയായിരുന്നു. അതിനിടെയാണ് സർക്കാർ വക ബോംബ് വർഷവും. കഴിഞ്ഞയാഴ്ച പ്രവിശ്യയിലെ സ്വാത്ത് താഴ്വരയിലെ മിങ്കോര നഗരത്തിൽ സമാധാനം പുനഃസ്ഥാപിക്കണമെന്നാവശ്യപ്പെട്ട് ആയിരങ്ങൾ പങ്കെടുത്ത വൻ പ്രതിഷേധ പ്രകടനം ഉണ്ടായിരുന്നു. ഡ്രോൺ ആക്രമണങ്ങളും ബോംബാക്രമണങ്ങളും ജനങ്ങളുടെ മനസ്സിൽ വലിയ വിദ്വേഷത്തിന്റെ വിത്തുകളാണ് പാകിയിരിക്കുന്നതെന്ന് പാകിസ്ഥാനിലെ മുഖ്യ പ്രതിപക്ഷ കക്ഷി ഇൻസാഫ് വിമർശിച്ചിരുന്നു. അഫ്ഗാനിസ്ഥാനുമായി രാജ്യാന്തര അതിർത്തി പങ്കിടുന്ന പ്രവിശ്യയിലെ ഭീകരവിരുദ്ധ നടപടികളുടെയും ഇന്റലിജൻസിന്റെയും നിലവാരത്തെക്കുറിച്ചും സംഭവം ചോദ്യങ്ങൾ ഉയർത്തിയിരിക്കുകയാണ്. സാധാരണക്കാരെ മറയാക്കി ഭീകരർ പ്രവിശ്യയിൽ തമ്പടിച്ചിരിക്കുകയാണെന്ന ഇന്റലിജൻസ് വിവരത്തിന്റെ അടിസ്ഥാനത്തിലായിരുന്നു ബോംബാക്രമണമെന്ന് പാക് സേന അവകാശപ്പെട്ടു. എന്നാൽ സംഗതി പാളിപ്പോയി എന്നാണ് സാധാരണക്കാരുടെ മരണസംഖ്യയിൽ നിന്ന് മനസ്സിലാകുന്നത്. അഫ്ഗാനിസ്ഥാൻ കേന്ദ്രമായി പ്രവർത്തിക്കുന്ന താലിബാന്റെ ബോംബ് നിർമ്മാണ കേന്ദ്രമാണ് പാക് സേന ലക്ഷ്യമിട്ടതെന്ന് പാക് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. അതിർത്തി കടന്നുള്ള ഭീകരപ്രവർത്തനത്തിന് അഫ്ഗാൻ സർക്കാർ ഒത്താശ ചെയ്യുന്നുവെന്ന് പാക് ഭരണകൂടം ആരോപിക്കുന്നുണ്ടെങ്കിലും കാബൂൾ അത് തള്ളിക്കളയുകയാണ്. അക്രമം നിയന്ത്രിക്കാൻ കഴിയാത്തതിന് ഞങ്ങളെ വെറുതെ പഴിക്കരുതെന്നാണ് അഫ്ഗാൻ സർക്കാരിൻ്റെയും വാദം.